ഒരു ചാനൽ മുറിയിൽ ഇരുന്ന് പറയേണ്ട കാര്യമല്ല. അതിപ്പോ പറയേണ്ടടുത്ത് ഇടങ്ങളിൽ ഞാൻ പറഞ്ഞോളാം. അത് അവിടെ നിൽക്കട്ടെ. CPM നന്നാക്കാൻ വേണ്ടി ഇത്രയും ആളുകൾ ജാഗരൂകരായിരിക്കുമ്പോൾ അപ്പൊ എനിക്ക് എന്റേതായ ഒരു കാര്യം പറയണ്ടേ? CPM നന്നാക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. രാജേഷ് ചിറപ്പാട്, ഈ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പാർട്ടി സെക്രട്ടറി ഇന്നലെ വിശദീകരിച്ചതിൽ ഒരു കാര്യം കോൺഗ്രസ് ഭയങ്കരമായി വർഗീയ രാഷ്ട്രീയം കളിച്ചു എന്നുള്ളതാണ്, മതരാഷ്ട്രീയത്തെ അപകടകരമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. CPM എന്താണ് ചെയ്തത് എന്നുള്ള മറുചോദ്യമുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ തിരുത്തിയ വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനകളെ, സമൂഹത്തിൽ അങ്ങേയറ്റം ഭിന്നിപ്പുണ്ടാക്കാവുന്ന പ്രസ്താവനകളെ ആ ഘട്ടത്തിൽ CPM തിരുത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ അവലോകന റിപ്പോർട്ടിൽ പറയുമോ? അതിന്റെ കാരണം എന്താണ്? അതിലേക്ക് വരുന്നതിന് മുമ്പ് അത് കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഗോവിന്ദമാഷ് പത്രസമ്മേളനത്തിൽ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും, പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരുന്ന മുമ്പ് നമ്മളിപ്പോ ഈ പത്രസമ്മേളനത്തിൽ MP ഗോവിന്ദമാഷ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് ചർച്ച പോയിട്ടുള്ളത്, ഏതൊക്കെ മാനങ്ങളിലാണ് ആ ചർച്ച നടന്നിട്ടുള്ളത്, ഇതിനെ സംബന്ധിച്ചൊന്നും ഈ ഇരിക്കുന്ന ആർക്കും അറിയില്ല. നമ്മളിങ്ങനെ ആകാശത്ത് നിന്നും കുറെ നരേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്, എന്നിട്ട് പരസ്പര ബന്ധിതമായി കുറെ കാര്യങ്ങൾ പറയുകയാണ്. അതിനപ്പുറത്തേക്കുള്ള യഥാർത്ഥത്തിൽ ഉള്ള ആ ചർച്ചയുടെ സ്പിരിറ്റ് എന്തായിരുന്നു, എന്താണ് അവിടെ നടന്നത്, ഇതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ധാരണയില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞിരിക്കുന്ന ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. അപ്പൊ ഈ ചർച്ച അവസാനിക്കുന്നില്ല. എന്താ നടന്നതെന്നുള്ളത് എനിക്കറിയണമെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഘടകങ്ങളിലുള്ള കാര്യം പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങളാണത്. മനസ്സിലായില്ലേ? അതിവിടെ ഒരു ചാനൽ മുറിയിൽ ഇരുന്ന് പറയേണ്ട കാര്യമല്ല. അതിപ്പോ പറയേണ്ടടുത്ത് ഇടങ്ങളിൽ ഞാൻ പറഞ്ഞോളാം. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ഈ ചർച്ചയുടെ പൊതു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചോ ഈ വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനത്തെക്കുറിച്ചോ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെടുത്ത സമീപനത്തെക്കുറിച്ചോ ഒന്നും ഒരു വിമർശനവും ഉണ്ടായില്ല എന്നാണോ, അതോ വിമർശനങ്ങൾ ഉണ്ടായി എന്നാണോ? വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, അതിന്റെ പല രീതിയിൽ പല മാനങ്ങളിൽ ഉണ്ടാകട്ടെ. മനസ്സിലായില്ലേ? പറയേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ചർച്ച ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. പുതുവഴികൾ എന്ന് പറയുന്ന പാർട്ടി അനുഭാവികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും, പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും, ജനാധിപത്യവാദികളായിട്ടുള്ള മതപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും പുതുവഴികൾ എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു വെബ്സൈറ്റും ഒരു വാട്സപ്പ് നമ്പർ അടക്കമുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ചർച്ച തുടരുകയാണ്, ചർച്ച അവസാനിക്കുന്നില്ല. അതാണ് കേരളത്തിൽ വളരെ ഉത്തരവാദിത്വമുള്ള വിമർശനങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ് പാർട്ടിക്ക് കേൾക്കാൻ പറ്റാത്തത്? മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി നടന്നിട്ടുള്ള ആളുകളാണ് ഞാനൊക്കെ. അല്ല, നിങ്ങൾ എന്താ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കാത്ത പാർട്ടിയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? അതിന് ദീർഘകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാലോ. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന വിമർശനമെന്ന് മനസ്സിലാക്കാൻ ഇനി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണോ? ഇത്രയും കാലം ഈ സംസ്ഥാനം ഭരിച്ച ഒരു പാർട്ടിക്ക് പിണറായി വിജയന്റെ ശൈലിക്കെതിരെ കേരളത്തിൽ ഉയർന്നിരുന്ന വിമർശനങ്ങളെ കുറിച്ച് അറിയാൻ ഇനി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണോ? ശ്രീ രാജേഷ് ചിറപ്പാട്, അതെന്നറിയോ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. എന്നറിയോ, നമ്മൾ പുതിയ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യതകളെ കൂടി ഉപയോഗിക്കുന്നു വളരെ എളുപ്പത്തിൽ. അതാണ് എളുപ്പത്തിൽ അതിന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ എളുപ്പത്തിൽ അത് പ്രാപ്യമാക്കുന്നതിന് വേണ്ടിയാണ്. എളുപ്പത്തിൽ പ്രാപ്യമാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് പരിഹരിക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ. അത്ര സിമ്പിൾ ആയ ഒരു കാര്യമാണ് കേട്ടോ. അത് അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യും. വാട്സപ്പ് ആകാം, നേരിട്ടാകാം. നിരന്തരം ജനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ അതൊക്കെ വളരെ എല്ലാവർക്കും അറിയാവുന്നൊരു വളരെ സിമ്പിളായ ഒരു കാര്യമാണല്ലോ. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പിന്നെ എങ്ങനെയാണ് ഈ കേരളത്തിലെ ഇലക്ഷനെ നേരിട്ടെന്നുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത്? അപ്പൊ 3 MLA ജയിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു, അത് ഒരു സാധാരണ ഒരു നോർമലൈസ് ചെയ്യാണ്, അതിനെ ഒരു നോർമലൈസ് ചെയ്യാണ്. അങ്ങനെ നോർമലൈസ് ചെയ്യാണ്. ഇങ്ങനെ നോർമലൈസ് ചെയ്തുകൊണ്ടാണോ കാര്യങ്ങളെ സമീപിക്കേണ്ടത്? നോർമലൈസ് ചെയ്തിട്ടുണ്ട്. ആളും വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമല്ലേ ഇത്? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞു പോയതെന്നും എന്തുകൊണ്ടാണ് BJPക്ക് ഇവിടെ വോട്ട് ഷെയർ BJP വർദ്ധിപ്പിച്ചിട്ടില്ല? BJP 3 ഇടങ്ങളിൽ കോൺഗ്രസിന് ആശങ്കപ്പെടേണ്ടതിനേക്കാൾ നിങ്ങളല്ലേ ആശങ്കപ്പെടേണ്ട? കാരണം നിങ്ങളുടെ 3 സീറ്റല്ലേ പോയത് BJP ജയിച്ചത്. അല്ല, അതാ പറഞ്ഞത്, നമ്മൾ ഇതിന്റെ അകത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വോട്ട് കോൺഗ്രസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റേതായ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു വരുന്നു. ഇതെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. താങ്കളത് പറയൂ. BRM ഷഫീർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്
CPM-ന്റെ CPI-യുടെ വോട്ടുകളാണ് BJP-ക്ക് പോയതെന്നാണ് അദ്ദേഹം പറയുന്ന കണക്കുകൾ. അത് തെറ്റാണെങ്കിൽ ആ കണക്കുകൾ താങ്കൾ പറയൂ. അദ്ദേഹം ഇത് എത്ര കാലമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയോ? ഇനിയും വീണ്ടും അത് തന്നെ ചർച്ച ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ്. കാരണം എന്താ അറിയോ, നമ്മളിതെല്ലാം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. എങ്ങനെയാണ് ഈ 3 സീറ്റ് ഈ പോയതെന്നുള്ളതും എന്തൊക്കെയാ ഡീലുകളാണ് ഇവിടെ നടന്നതെന്നുള്ളതെല്ലാം ഭാവിയിൽ മുന്നോട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം BJP-യുടെ സംഘപരിവാർ മാത്രമല്ല കോൺഗ്രസിന്റെ നിയമത്തൊക്കെ പിന്നെ എന്താണ് സംഭവിച്ചത് എന്താണ് പറയുന്നത്? മാത്രമല്ല കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരാണ് BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? BJP-യിലേക്ക് പോയത് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അത് കേരളത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇനിയിപ്പോ എത്രയോ പോകാനിരിക്കുന്നു. ആ കേരളത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇവിടെ നേതാക്കളടക്കമാണ് പോയത്. BJP-യിലേക്ക് പോവാണ്, ആട്ടപ്പട്ടളം BJP-യിലേക്ക് പോവാണ്. എന്നിട്ട് പറയാണ് BJP പിന്നെ ഒരു മുന്നണിയെ പോലും മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് അല്ലേ? ഇവിടെ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവന്നത് ഇത്ര മാത്രം തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഞാൻ വീണ്ടും ഈ നമ്മുടെ വിഷയം ഇതല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രമാത്രം ലാഘവത്തോടുകൂടി ഇടതുപക്ഷത്തിന്റേതാണെന്ന് BRM ഷഫീർ പറയുന്നു. BRM ഷഫീറിന്റെ കണക്ക് തെറ്റാണെങ്കിൽ താങ്കൾ അത് പറയൂ. എത്രയാണ് കോൺഗ്രസിന്റെ വോട്ട് BJP-ക്ക് പോയത്? അല്ല, ഞാനിപ്പോ ഈ കണക്കുമായിട്ട് വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല. അത് പിന്നെ ഓരോ മണ്ഡലത്തിലെയും കണക്ക് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അത് ഞാൻ വേണമെങ്കിൽ അത് പിന്നീട് ഞാൻ പറയാം. അല്ലാതെ കൃത്യമായ വിശകലനങ്ങളും നടന്നിട്ടുണ്ട്. അല്ലല്ല പ്രേക്ഷകരെ വിശ്വസിക്കേണ്ട കാര്യമല്ല. പ്രേക്ഷകർക്കൊക്കെ അറിയാം എന്താണ് BJP 3 സീറ്റ് BJP എങ്ങനെ നേടുന്നതൊക്കെ പ്രേക്ഷകർക്ക് അറിയാം. അത് വിട്, പ്രേക്ഷകരുടെ കാര്യം വിട്. പ്രേക്ഷകർക്കൊക്കെ നന്നായിട്ട് അറിയാം ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രേക്ഷകർക്ക് അറിയാം. അതൊക്കെ വേറെ വിഷയം. കാരണം ഒരാളും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയൂ. വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാൻ ഇത്ര കാലം എടുത്തത് എന്തുകൊണ്ടാണ് ശ്രീ രാജേഷ് ചിറപ്പാട്? വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാൻ എന്താണ് പാർട്ടി ഇത്ര കാലം എടുത്തത്? അത് പറയട്ടെ. പക്ഷെ ഞാൻ ചോദ്യം കേട്ടു, ഞാൻ അതിന്റെ മറുപടി പറയട്ടെ. കുറഞ്ഞ സമയമല്ലേ നമുക്കുള്ളത്, കുറഞ്ഞ സമയമുള്ളൂ. ഇത്ര ആളുകൾ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. CPM-നെ നന്നാക്കാൻ വേണ്ടി ഇത്ര ആളുകൾ ജാഗരൂകരായിരിക്കുമ്പോൾ അപ്പൊ എനിക്ക് എന്റേതായ ഒരു കാര്യം പറയണ്ടേ. CPM-നെ നന്നാക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. വെള്ളാപ്പള്ളിയെ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്. എന്താണെന്ന് അറിയാമോ? വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളിലും വർഗീയമായിട്ടുള്ള വംശീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ തന്നെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലും പിന്നെ ഇടതുപക്ഷ നേതാക്കളും പലതരത്തിൽ അതിനെ എതിർത്തിട്ടുണ്ട്. അതിനെ പല രീതിയിൽ എതിർത്തിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പ് പ്രൊജക്ട് ചെയ്യപ്പെടുകയോ പൊതുമണ്ഡലത്തിലേക്ക് അത് വ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. രഹസ്യമായിട്ടല്ല. ഗോവിന്ദമാഷോട് ചോദിച്ചു. ഗോവിന്ദമാഷ് പറഞ്ഞ മറുപടി അതാ പറഞ്ഞത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് പിന്നെ ഈ നിങ്ങളോട് തന്നെ ഈ പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. വർഗീയമായിട്ടുള്ള പരാമർശങ്ങളെ അത് SNDP-യുടെ അദ്ദേഹത്തിന്റെ നിലപാടാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിലേക്ക് എന്തിനു വെക്കുന്നു? അതൊരു വേറൊരു സംഘടനയുടെ ലീഡറാണ് അയാൾ. അത് ഇതിലേക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങളിലേക്ക് മതനിരപേക്ഷ നിലപാട്, ആർജവമുള്ള നിലപാട് എന്നൊക്കെ പറഞ്ഞാൽ വർഗീയ പരാമർശം, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പരാമർശം ആര് പറഞ്ഞാലും അതിനെ ശക്തമായി തള്ളി പറയാനും വിമർശിക്കാനുമുള്ള ആർജവം ഒന്നാമതായി ഉണ്ടാകേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. രണ്ടാമതായി ഉണ്ടാകേണ്ടത് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ രണ്ടുപേരും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെള്ളാപ്പള്ളി നടേശൻ ചീറ്റിയ വിഷലിപ്തമായ പരാമർശങ്ങൾ തെറ്റാണ് എന്ന് ഇന്നുവരെ പറഞ്ഞതായി നമ്മളാരും കേട്ടിട്ടില്ല. താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണെന്ന് താങ്കൾ ഒന്ന് പറയും. ഞാൻ ഗോവിന്ദ മാഷ് പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ല, ഗോവിന്ദ മാഷ് പറഞ്ഞ മറുപടിയാണ് പറഞ്ഞത്. സ്വയം താങ്കൾ എടുത്ത സഹയാത്രികനാണല്ലോ. വെള്ളാപ്പള്ളി നടേശന്റെ വിഷം ചീറ്റലിനെ പിണറായി വിജയനോ MV ഗോവിന്ദനോ പരസ്യമായി തള്ളി പറഞ്ഞൊരു സന്ദർഭം താങ്കൾ പറയും.
തീർച്ചയായിട്ടും പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിൽ പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഞാനത് കേട്ടിട്ടുണ്ട്. ഞാൻ നുണ പറയുന്നല്ല, ഞാനത് കേട്ടിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളിയുടെ നിലപാട്. അതിനൊന്നും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യമാണ്. അത് CPIM ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ ചർച്ച കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിൽ ഇത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? വെള്ളാപ്പള്ളി എനിക്ക് പറയാമല്ലോ ഒരു കാര്യം. ആ ചോദ്യത്തിന്റെ സ്പിരിറ്റ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്കതിന് മറുപടി പറയാനുള്ള അവസരം തരിക എന്നുള്ള ആ മറുപടി പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ഡിബേറ്റ് ആയില്ല. നമ്മൾ തമ്മിലുള്ള തർക്കം മാത്രമായി ഇത് അവസാനിക്കും. അതുകൊണ്ട് അത്തരം തർക്കങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അല്ല നിങ്ങൾ തമ്മിൽ നിഷാ പുരുഷോത്തമനും രാജേഷ് ചെറുപ്പാടും തമ്മിൽ തർക്കിക്കാൻ വേണ്ടിയല്ല ഈ ഡിബേറ്റ് എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി പറയുന്നു. അതിനുള്ള ഇടയ്ക്ക് ഒരു ഉപചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അപ്പം എനിക്ക് പറയാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതല്ല ഒരു ഉപചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് പലതരങ്ങളിൽ ഗോതമാഷ് പറഞ്ഞത് കൃത്യമായിട്ട് ഇതാണ്. പല സമയങ്ങളിലും പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ഗോതമാഷ് അടക്കമുള്ള ആളുകൾ ഇതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അതിനെ എതിർത്തിട്ടുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ജനങ്ങളിലേക്ക് വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ അത്തരത്തിൽ വർഗീയ പരാമർശങ്ങളെ നടത്തിയ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളെ കൂടെ ചേർക്കുന്നു എന്നുള്ള നിലയിലേക്കുള്ള ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ ഒരു പൊതുബോധമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അതാണ് അതിനെ സ്വയം വിമർശനപരമായി കാണുന്നു എന്നാണ് പറഞ്ഞത്. വിമർശനവും സ്വയം വിമർശനവും എന്നാണ്. ഇതെന്തോ പാർട്ടി എന്തോ ഭയങ്കരമായി കുമ്പസാരിക്കുന്നു, പാർട്ടിയുടെ എന്തോ തെറ്റ് ചെയ്ത പോലെ. ഇത് വിമർശനവും സ്വയം വിമർശനവും ഒക്കെ എന്താണ് ഈ പാർട്ടിക്കകത്ത് സംഘടനാ സംവിധാനത്തിൽ ഉള്ളതാണ്. ഇതൊന്നും പത്രക്കാരോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ വിമർശനങ്ങൾ സ്വയം വിമർശനവും ഇനിയും ഉണ്ടാവും, ചർച്ചകൾ ഇനിയും ഉണ്ടാവും. അതൊന്നും ഒരു പുതിയ കാര്യമൊന്നുമല്ല.